നമസ്തേ, ഞാൻ ഡോക്ടർ പ്രിയാലക്ഷ്മി. ഡോക്ടർ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു LKG സ്റ്റുഡൻ്റ് തൊട്ട് പ്രായമായവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. ഓരോരുത്തരെയും മാനസിക സമ്മർദ്ദം വ്യത്യസ്ത തലത്തിലാണ്. ഒരു LKG സ്റ്റുഡൻറ്റിന് അത് എക്സാമിന് പോകുന്നതിൻ്റെ ടെൻഷൻ, ഇത്രയും പഠിക്കാനുള്ള ടെൻഷൻ, അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ ടെൻഷൻ, ജോലി ചെയ്യുന്നവർക്കാണെങ്കിലോ അതിൻ്റേതായ ടെൻഷൻ, വീട്ടിലിരിക്കുന്ന അമ്മമാർക്കാണെങ്കിലോ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ചിലർക്കാണെങ്കിൽ നാളെ രാവിലെ ആഹാരം വെക്കുമെന്നുള്ള ടെൻഷൻ, അത് തന്നെ ഒരു ടെൻഷനാണ്. പ്രായമായവർക്കാണെങ്കിലോ ഒറ്റയ്ക്കാണെന്നുള്ള ടെൻഷൻ, വിദേശത്തുള്ളവരാണെങ്കിലോ അവരൊറ്റയ്ക്കാണെന്നുള്ള ടെൻഷൻ, അങ്ങനെ പലർക്കും പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ മാനസിക സമ്മർദ്ദം നമ്മളോടൊപ്പം, അല്ലെങ്കിൽ ഒരു അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മ അടിക്കുന്ന മാനസിക സമ്മർദ്ദം പോലും കുഞ്ഞിൽ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ആ മാനസിക സമ്മർദ്ദം നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മളോടൊപ്പം വളരുന്ന കാര്യങ്ങളാണ് ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. എങ്ങനെ ഈ മാനസിക സമ്മർദ്ദത്തിനെ അതിജീവിക്കാം? ഒരുപാട് കാര്യങ്ങളിൽ കൂടി നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റും. ആദ്യത്തേത് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ നന്ദിയുള്ളവരാകാൻ ശ്രമിക്കുക. നമ്മൾ യാത്ര പോകുമ്പോൾ ഒരാളോട് വഴി ചോദിക്കുകയെന്ന് വെച്ചു, ആ ആളിനോട് വഴി ചോദിച്ച കൃത്യമായിട്ട് മറുപടി പറയുമ്പം നമ്മളൊരു നന്ദി പ്രകടിപ്പിക്കാറില്ലേ? അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നന്ദി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ പ്രഭാതം കാണാൻ പറ്റിയ ദൈവത്തിനോട് നന്ദി പറയുക. അങ്ങനെ ഓരോ കാര്യങ്ങളും, നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറയത്തില്ലേ? നമ്മുടെ ഒരു കണ്ണിലൊരു സ്ക്രാച്ചോ എന്തെങ്കിലും വീഴുമ്പോഴാണ് അയ്യോ കണ്ണ് മൂലം നമുക്കുള്ള ബുദ്ധിമുട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ എന്നാൽ കണ്ണുള്ളപ്പോൾ നമ്മൾ അറിയുന്നില്ല. അപ്പം എനിക്ക് പ്രകൃതിയെ കാണാൻ പറ്റുന്ന കണ്ണിനോട് നന്ദി പറയുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നന്ദി നമ്മളോട് തന്നെ പറയാൻ ശ്രമിക്കുക. പിന്നീട് നല്ല ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. എപ്പോഴും സാത്വിക ആഹാരങ്ങൾ നമ്മുടെ മാനസിക സമ്മർദ്ദത്തിനെ കുറയ്ക്കാൻ സാധിക്കും. ഒരു കൃത്യമായിട്ടുള്ള ഡെയിലി റൂട്ടീൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു പരിധിവരെ നമ്മുടെ മാനസിക സമ്മർദ്ദത്തിനെ കുറയ്ക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒട്ടും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അപ്പം മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടുതലും കാണാൻ ശ്രമിക്കുക. കൂടുതലായും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുക. നല്ല കാര്യം കാണാനും കേൾക്കാനും ശ്രമിക്കുക. മറ്റുള്ളവരോട് കരുണയുള്ളവരാകാൻ ശ്രമിക്കുക. പലപ്പോഴും എൻ്റെ ഒപ്പിൽ വരുന്ന പലരോടും ഞാനൊരു ഫോർമുല പറയാറുണ്ട്, 7x7x41 days. പലരും അത് ഫോളോ ചെയ്തിട്ട് എനിക്ക് നല്ല മൈൻഡിന് പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയാണ്. കാരണം നല്ല 7 കാര്യങ്ങൾ 7 പ്രാവശ്യം പറഞ്ഞ് അത് 41 ദിവസം ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. പലരോടും ഞാൻ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ചെയ്യുന്ന വഴി നമ്മുടെ മനസ്സിനോട് നമ്മൾ പോസിറ്റീവ് മൈൻഡിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ആ ഫോർമുല ചെയ്യുന്ന വഴി നമ്മുടെ മൈൻഡിൽ പോസിറ്റിവിറ്റി ഉണ്ടാക്കും. ആ പോസിറ്റിവിറ്റി നമ്മുടെ നെഗറ്റിവിറ്റിയെ കുറയ്ക്കാൻ സാധിക്കും. മാനസിക ആരോഗ്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ഒരു പ്രശ്നം. നമ്മുടെ മനസ്സിനെ നമ്മളെ നിയന്ത്രിക്കുക, നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പ്രവർത്തിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.